അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രവാചക ചരിത്രത്തിന്റെ 1-ാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മക്കയിലെ രാത്രിയിൽ ലോകം ഇരുട്ടിലായിരുന്നു. ഹൃദയങ്ങൾ നിർജീവമായിരുന്നു. മനുഷ്യർ കല്ലുകൾ ആരാധിച്ചിരുന്നു. എന്നാൽ ബനി ഹാശിം ഗോത്രത്തിലെ ഒരു ചെറിയ വീട്ടിൽ ചരിത്രത്തിന്റെ ഗതി മാറ്റാൻ പോകുന്ന ഒരു കുഞ്ഞ് ജനിക്കുകയാണ്. അതെ, അബ്ദുള്ള എന്നവരുടെ മകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിങ്കളാഴ്ച ആനക്കല വർഷത്തിൽ ജനിച്ചു. ഹബീബ് തന്റെ മാതാവിന്റെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ തന്റെ പിതാവ് അബ്ദുള്ള മരണപ്പെടുകയാണ്. അനാഥനായിട്ടാണ് പ്രവാചകൻ തുറന്നു വീണതെങ്കിലും അല്ലാഹു പ്രവാചകനെ തനിച്ചാക്കിയില്ല. ചരിത്രകന്മാർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചപ്പോൾ നബിയുടെ ശരീരത്തിൽ നിന്ന് ഒരു പ്രകാശം പുറപ്പെട്ടു. ഇത് ഷാമിലെ കൊട്ടാരങ്ങളെ പോലെ പ്രകാശപൂരിതമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തന്റെ മാതാവ് മഹദിയായ ആമിന ബീവിയായിരുന്നു മൊഴിയൂട്ടിയിരുന്നത്. പിന്നീട് അലീമ സൈദി എന്ന സ്ത്രീ മഹദി അലീമ ബീവിയുടെ വീട്ടിൽ അനുഗ്രഹങ്ങൾ വർഷിക്കാൻ തുടങ്ങി. മഴ പെയ്തു, ആടുകൾ വർദ്ധിച്ചു, ഹൃദയങ്ങൾ സന്തോഷത്താൽ നിറഞ്ഞു. എന്നാൽ ഈ കഥ എളുപ്പമായിരുന്നില്ല. ചെറുപ്പത്തിൽ തന്നെ ഒരു വിചിത്ര സംഭവം നടക്കാം. 2 പുരുഷന്മാർ നബിയുടെ നെഞ്ചു പിളർന്ന് ആ ചെറിയ ഹൃദയം പുറത്തെടുത്ത് ചെയ്യുകയാണ്. ഇത് പ്രവാചക തത്വത്തിന്റെ ആദ്യത്തെ വിചാരങ്ങളാണ്. മക്കളിലേക്ക് തിരിച്ചെത്തിയ പ്രവാചകൻ 6-ാം വയസ്സിൽ തന്റെ മാതാവ് ആമിന ദേവിയെ നഷ്ടപ്പെടാണ്. പിന്നെ തന്റെ വല്യപ്പ അബ്ദുൽ മുത്തലിബിനെ, ഒരു ചെറിയ കുഞ്ഞെ സ്നേഹിച്ചവരെല്ലാം വാങ്ങുന്നു. എന്നാൽ ഇതെല്ലാം ഒരു ലക്ഷ്യമില്ലാതെയായിരുന്നില്ല. അല്ലാഹു പ്രവാചകനെ ഒരു ദൗത്യത്തിന് വേണ്ടി ഒരുക്കുകയായിരുന്നു. അതെ, ഇരുട്ടിൽ വീണ മനുഷ്യരെ വെളിച്ചത്തിലേക്ക് നയിക്കാനുള്ള ഒരു ദൗത്യം. പക്ഷെ എങ്ങനെ ആ കുട്ടി ഒരു പ്രവാചകനാകും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെ അജ്ഞതയെ നേരിടും? ഇതെല്ലാം എങ്ങനെ സഹിക്കും?